കടലിന് തൊട്ടടുത്ത താമസം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെ ഇല്ല കേട്ടോ. കടൽ തീരത്തോട്ട് പോകാൻ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പക്ഷേങ്കിൽ ഞങ്ങളിന്ന് വണ്ടി എടുത്താണ് പോകുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വെള്ളത്തിന് വെള്ളം വേണമല്ലോ. കടലിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടാവശ്യത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പം 8:31 സമയം കേട്ടോ. ഈ സമയത്ത് രാത്രിയാകത്തില്ല. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനെ ഇരുട്ടാൻ തുടങ്ങത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ പോകുന്നത് നല്ല തിരക്കുള്ളൊരു ഭാഗത്തോട്ടാണ് കേട്ടോ. കാര്യം നമുക്ക് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. കണ്ടോ, ഞങ്ങൾ ക്യൂ കിടക്കുവാണ് പുറകിൽ. വണ്ടി കണ്ടോ, കടൽ തീരമാണ്, അതിൻ്റെ സൈഡ് മുഴുവൻ വണ്ടി കിടക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പം കുറച്ച് ദിവസത്തേക്ക് വെള്ളമില്ല. ഇപ്പം 2 ദിവസമായിട്ട് വെള്ളം നിന്നിരിക്കുകയാണ്. അത് മിക്കവാറും ഒരു 2-3 ദിവസത്തേക്കൂടെ നീണ്ടു നിൽക്കുമെന്ന് പറയുന്നുണ്ട്. നേരത്തെ ഒരറിയിപ്പും കിട്ടാതെ തന്നെ ഇവിടെ ഒരു പൈപ്പ് പൊട്ടി. അത് കാരണമാണ് ഈ ഹേസ്റ്റിങ്സിൻ്റെ എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ്. ഭാഗം മുഴുവൻ വെള്ളമില്ലാത്തവരാണ്. അതാ ഞാൻ പറഞ്ഞ കടലടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കടലിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെള്ളത്തിന് നല്ല വെള്ളം തന്നെ വേണം. നാട്ടിലാണെങ്കിൽ ഒന്ന് വല്ല കിണറോ അല്ലെങ്കിൽ ഇങ്ങനെ പൈപ്പൊക്കെ റോഡിലൊക്കെ പൈപ്പൊക്കെ കാണാം. ഇവിടെ അതും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ട്. നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ആവശ്യമുള്ള വെള്ളം ബോട്ടിലാക്കി തരുവാണ് ചെയ്യുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ വെള്ളം നമ്മുടെ വീടിന്റെ വാതിലിൽ അവർ കൊണ്ടുവച്ചേക്കും കേട്ടോ. നമ്മൾ വീട്ടിലില്ലെങ്കിൽ വാതിൽ വെച്ചേക്കും. വീട്ടിലുണ്ടെങ്കിൽ അവിടെ വന്ന് ബെല്ലടിക്കും. നമ്മുടെ വീടിനകത്തായാലും വെച്ച് തരും അവര്. ഇതിപ്പം നമ്മൾ അല്ലാതെ കൂടെ വാങ്ങാൻ പോവുകയാണ്. നമുക്ക് പണിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വണ്ടി ഇങ്ങനെ ചെയ്ത് പോയച്ചാൽ മാത്രം മതി. അവരവിടെ വന്ന് ചോദിക്കും എത്ര വേണം എന്ന് ചോദിക്കും. നമ്മൾ എണ്ണം പറഞ്ഞാൽ മതി. അവർ തന്നെ നമ്മുടെ വണ്ടിയുടെ ഡിക്കി തുറന്ന് ഡിക്കിക്കകത്ത് വെച്ച് തരും ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഇതുപോലെ 6 എണ്ണം കൂടുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ. അതായത് 2 ലിറ്ററിന്റെ വീതം 6 ബോട്ടിൽ കാണും. നമുക്ക് ആവശ്യത്തിന് ബോട്ടിൽ ഇരിപ്പുണ്ട് ഇവിടെ കേട്ടോ. എങ്കിലും കുറച്ചുകൂടെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. വെള്ളമല്ലേ, വെള്ളം എപ്പോഴും നമുക്ക് എല്ലാത്തിനും ആവശ്യമുള്ളതാണല്ലോ. അങ്ങനെയുള്ളൊരു പോക്കാണ് രാത്രി ഞങ്ങൾ പോകുന്നത്. എപ്പോഴും ഞങ്ങൾ സാധാരണ ഇവിടോട്ടൊക്കെ ഡ്രൈവിങ്ങിന് പോകാറുള്ളതാണ്. ഇപ്പം ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പുറത്ത് വെള്ളം കൂടെ കിട്ടുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകാം എന്നുള്ള ഇതിലല്ല. അത് ഇതിനു വേണ്ടി തന്നെയായിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയതല്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതങ്ങൾ. എല്ലാവരും പറയും UK എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്, നല്ല ദേശമാണ്. പക്ഷെ എപ്പോഴും വെള്ളം കിട്ടുന്നതാണ്. ഇങ്ങനെയൊക്കെ ചില ആവശ്യങ്ങൾ പ്രത്യേക അവസരങ്ങളിൽ ഇപ്പോൾ ഓർക്കാപ്പുറത്തായതുകൊണ്ട് ആരും അറിയാത്ത രീതിയിലാണ് പൈപ്പ് പൊട്ടി അങ്ങനെ വന്നപ്പോൾ നമുക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി എത്രമാത്രം വെള്ളം ഉണ്ടേ പറ്റും. ഇവരെയൊക്കെ സമ്മതിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വല്ലതും ചെയ്യുമോ? അഥവാ സർക്കാർ ഇങ്ങനെ കൊടുത്താൽ തന്നെ ഇതുപോലും ഒന്നും ചെയ്യത്തില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇറങ്ങുകയേ ചെയ്യണ്ട. ഇവരോട് പറഞ്ഞു ഇവർ തന്നെ നമുക്ക് ആവശ്യമുള്ള ബോട്ടിലെടുത്ത് കാറിൻ്റെ ഡിക്കി വെച്ച് തരും. നമ്മുടെ കയ്യിൽ നിന്ന് അവർ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നുമില്ല, നമ്മളൊന്നും കൊടുക്കുകയും ചെയ്യേണ്ട. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും കണ്ടുപഠിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലുള്ള സർക്കാരുണ്ട്. പക്ഷെങ്കിൽ എന്താ പ്രയോജനം? ഇങ്ങനെ വല്ലതും ചെയ്യുമോ? ഇനിയൊന്നും ചെയ്യത്തില്ല. നമ്മൾ വേണേ അവരെ തൊഴുതു നിൽക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ ഇതിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.